പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് കല്യാണവർമാവിൻ്റെ സാരാവരിയിലെ യോഗ നിരൂപണമാണ്. യോഗ നിരൂപണം സാരാവരി ആചാര്യൻ ചർച്ച ചെയ്തിരിക്കുന്നത് തന്നെ 18-ാമത്തെ അധ്യായത്തിലാണ്. സാരാവരിയുടെ 1-ാം ഭാഗത്തിലാണ്. 18-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ പഞ്ചഗ്രഹ യോഗത്തിൽ ഇവിടെ അതിനാസ്പദമായി വരുന്ന ഗ്രഹങ്ങൾ ആദിത്യനും ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ശനിയുമാകുന്നു. ഈ പഞ്ചഗ്രഹ യോഗ ഫലം എപ്രകാരമാണ് ഒരു ജാതകകർത്താവ് അനുഭവിക്കുക എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ഈ ശ്ലോകം ശ്രദ്ധിക്കുക. യുദ്ധകുശല സമർത്ഥ പരവിത്തഹര പരോപതാപിശ്ച പിശുനശ്ചലശ്ച പുരുഷ ശനികൂജ ശശി ജീവ ദിവസകരേഹി. ഇവിടെ ദിവസകരൻ എന്നാൽ ദിനത്തെ ചെയ്യുന്നവൻ സൂര്യൻ, പിന്നീട് വ്യാഴം, പിന്നീട് ചന്ദ്രൻ. ആ ക്രമത്തിലാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ചൊവ്വ, ശനി, ഈ 5 ഗ്രഹങ്ങൾ പഞ്ചഗ്രഹങ്ങളെ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ഇപ്രകാരമാണ്. ഇവിടെ എത്ര ശുഭഗ്രഹങ്ങളാണുള്ളത്? 2 ശുഭഗ്രഹങ്ങളാണ്, ചന്ദ്രനും വ്യാഴവും. പാപഗ്രഹങ്ങളാണെങ്കിൽ സൂര്യനും ചൊവ്വയും ശനിയും. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ആരാണ്? യുദ്ധകുശലനാണ്. അദ്ദേഹം യുദ്ധത്തിൽ വളരെ തൽപരനാണ്. യുദ്ധം ചെയ്യുവാൻ മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയാണ്, യോദ്ധാവാണ്, സേനാനിയാണ് അദ്ദേഹം. നല്ല ഫലമാണ്. പിന്നീട് അദ്ദേഹം സമർത്ഥ, അങ്ങേറ്റ സാമർഥ്യമുണ്ട്, നല്ല ധീരനാണ്, സാമർഥ്യമുണ്ട്. ഇനി അടുത്ത വരികൾ നോക്കുക. പരവിത്തഹരഹ, അന്യൻ്റെ മുതൽ എങ്ങനെയെങ്കിലും തൻ്റെ കൈവശമാക്കും. തൻ്റെ സാമർഥ്യവും ബുദ്ധിയും ശൗര്യവും ഉപയോഗിച്ച് അന്യൻ്റെ മുതൽ എങ്ങനെയും തട്ടിപ്പറിക്കാൻ ശ്രമിക്കും. അതാണ് പച്ച മലയാളം. പിന്നീട് അദ്ദേഹം ആരാകുന്നു? പരോപകാരിയാണ്. പരേഷാം താപം കരോതി യഹ സഹ, അന്യന് ദുഃഖമുണ്ടാക്കും. എപ്പോഴും ഇയാളോട് അടുത്താൽ ഇയാൾ എങ്ങനെയെങ്കിലും ആളുകളെ തൻ്റെ സാമർഥ്യം ഉപയോഗിച്ചാണ് സ്വത്ത് കൈക്കലാക്കും, കാശ് കൈക്കലാക്കും, അവരെ ദുഃഖിപ്പിക്കും, പീഡിപ്പിക്കും. ഒരു നല്ല ഫലമാണോ? അല്ല. അയാളുടെ ശക്തി ഉപയോഗിച്ച് അന്യൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് അയാളുടെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പഞ്ചഗ്രഹങ്ങളുടെ യോഗമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. പിന്നീട് ഇദ്ദേഹം പിശുനനും ചലനുമാണ്. ചലൻ എന്നാൽ ചഞ്ചലചിത്തനാണ്. അയാളുടെ കാര്യം കഴിഞ്ഞാൽ മനസ്സ് മാറും. പിശുനനാണ്. ഏഷണി കൂട്ടിക്കൊടുക്കും, കുറ്റം പറയും, ദുഷ്ടസ്വഭാവമൊക്കെ ഉണ്ടാകും ഈ വ്യക്തിക്ക് എന്നർത്ഥം. ഏഷണിക്കാരനുമാകും, ദുഷ്ടസ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും. നമസ്തേ.